കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ദൈവവചനം ശ്രവിക്കുവാൻ ആഗതരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവമക്കൾ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ, വിലയേറിയ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഈ രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ശ്രവിക്കുവാൻ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ചില വിഷയങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തെക്കുറിച്ച് ഒരു വേർഡ്സ് ടു വേർഡ്സ്, വാക്യങ്ങൾ വ്യാഖ്യാനിച്ച് ഓരോ വാക്യങ്ങൾ എടുത്ത് ഉള്ള ഒരു പഠന പാരമ്പര്യം അല്ല, മറിച്ച് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് നാം എന്ത് പഠിക്കണം, എന്ത് മനസ്സിലാക്കണം, എന്താണ് നമ്മളോട് ഉപദേശം, മോറലായി മറ്റ് വിവിധ നിലയിലുള്ള ഉപദേശങ്ങൾ എന്താണ്, അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് എന്ത് അനുഗ്രഹമാവും, അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്ത് പ്രയോജനം ലഭിക്കും എന്നുള്ള വിഷയങ്ങൾ ഒരുമിച്ച് ചിന്തിപ്പാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണമാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് ദൈവനാമ മഹത്വത്തിനായിട്ട് തന്നെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ചില വിഷയങ്ങൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ തിരുവചനം നാം 66 പുസ്തകങ്ങൾ, പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് അംഗീകരിച്ചിട്ടുള്ള 66 കാനോനിക അംഗീകാരം ലഭിച്ച 66 പുസ്തകങ്ങളെ, പ്രത്യേകിച്ച് പഴയ നിയമത്തെ നമുക്ക് 5ആയിട്ട് തരംതിരിച്ചു പഠനത്തിന്റെ സൗകര്യത്തിനായിട്ട് നമുക്ക് 5ആയിട്ട് തിരിച്ചു നോക്കാം. ഒന്ന്, ന്യായപ്രമാണം അല്ലെങ്കിൽ തോറ അല്ലെങ്കിൽ ലോ. അത് നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ പുസ്തകങ്ങളാണ്. അപ്പൊ തന്നെ ചരിത്ര പുസ്തകങ്ങൾ, ഹിസ്റ്റോറിക് ബുക്സ് ഉണ്ട്. അത് ജോഷുവ, ന്യായാധിപൻ, രൂത്ത്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സാമുവേൽ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിങ്സ് ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്രോണിക്കൽസ്, എസ്ര, നെഹമ്യാവ്, എസ്തർ എന്നീ പുസ്തകങ്ങളാണ് ചരിത്ര പുസ്തകങ്ങളായിട്ട് നമുക്കറിയപ്പെടുന്നത്. മൂന്നാമതായിട്ട് വേദപുസ്തകത്തെ, പഴയ നിയമത്തെ 5ആയിട്ട് തിരിച്ചതിലോ മൂന്നാമത്തേത് വിസ്ഡം ആൻഡ് പോയട്രി ബുക്സ്, കാവ്യ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ജ്ഞാന പുസ്തകങ്ങൾ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എബ്രായ എഴുത്തുകൾ അല്ലെങ്കിൽ കൊതൂബീം എന്ന് കാണാനായിട്ട് സാധിക്കും. അത് ഇയ്യോബ്, സങ്കീർത്തനം, സദൃശവാക്യങ്ങള്, സഭാപ്രസംഗി, ഉത്തമഗീതം. ഇതാണ് ഈ വിസ്ഡം ബുക്സ് അല്ലെങ്കിൽ പോയട്രി ബുക്സ്, കാവ്യ പുസ്തകങ്ങൾ, ജ്ഞാന പുസ്തകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി പഴയ നിയമത്തിന്റെ ഈ 39 പുസ്തകത്തെ നാലാമതായിട്ട് തിരിച്ചിരിക്കുന്നത് നബിയോം, പ്രവചനങ്ങളാണ്. പ്രവചനത്തെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രൊഫറ്റിക്കൽ ബുക്സിനെ 2ആയിട്ട്. ഒന്ന്, മേജർ പ്രോഫറ്റ്സ്, യെശയ്യാ, യിരെമ്യാവ്, വിലാപങ്ങൾ, എസെക്കിയേൽ, ദാനിയേൽ എന്നീ 5 പുസ്തകങ്ങളാണ് മേജർ പ്രോഫറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ തന്നെ മൈനർ പ്രോഫറ്റ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഓശയ്യ, ജോയേൽ, ആമോസ്, ഒബദ്യാവ്, യോന, മീഖ, നെഹൂം, സഫന്യാവ്, ഹബക്കൂക്ക്, ഹഗായി, സക്കരിയാവ്, മലാഖി എന്നീ പുസ്തകങ്ങൾ മൈനർ പ്രോഫറ്റ്സ് എന്ന് അറിയപ്പെടും. ഇപ്പൊ ടോട്ടൽ പഴയ നിയമത്തെ 39 പുസ്തകമുണ്ട്. അത് പഠന സൗകര്യം വേണേൽ നമുക്ക് ഇങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാം. 5 × 12 + 5 + 5 × 12 ടോട്ടൽ നമുക്ക്
39 പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിട്ട് ലഭിക്കും. ഇപ്പോൾ തന്നെ പഴയ നിയമങ്ങൾ നമുക്ക് നാലായിട്ട്, പുതിയ നിയമത്തെ നമുക്ക്, ന്യൂ ടെസ്റ്റ്മെന്റിനെ നമുക്ക് നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. 4 സുവിശേഷങ്ങൾ അത് കാണാനായിട്ട് സാധിക്കും. ഹിസ്റ്ററി ബുക്സ് ആയിട്ട് നമ്മൾക്ക് പുതിയ നിയമത്തിലുള്ളത് അപ്പോസ്തല പ്രവൃത്തിയാണ്. 21 ലേഖനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരേ ഒരു പ്രൊഫസി, പ്രവചന പുസ്തകങ്ങളാണ് അത്, വെളിപ്പാട് പുസ്തകം. അങ്ങനെ 39 പ്ലസ് 27, 39 പ്ലസ് 27 ഈസിക്കൽ ടു 66, 66 പുസ്തകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ തിരുവെഴുത്ത്. ഈ ചരിത്ര പുസ്തകങ്ങൾ എസ്തേർ കൊണ്ടാണ് അവസാനിക്കുന്നത്. എന്നാൽ ചരിത്ര പുസ്തകങ്ങൾ പൊതുവെ പറയപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ചരിത്രങ്ങൾ ആവർത്തിക്കും. അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ കൽദയ പട്ടണമായ Mesopotamia, the God of glory appeared in our father Abraham when he was in Mesopotamia. മെസ്സപ്പൊട്ടോമിയയിൽ ഇരിക്കുമ്പോൾ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷമായ അവിടെ മുതൽ അബ്രഹാമിന്റെ ചരിത്രം ആരംഭിച്ചത് ഇസ്രയേലിന്റെ ചരിത്രമായി, ഒരു കുടുംബത്തിന്റെ ചരിത്രമായി, പിന്നത് ഇസ്രയേലിന്റെ ചരിത്രമായ ഒരു രാഷ്ട്രമായിട്ട് മാറുക. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാനായിട്ട് ഗോഡ് ക്രിയേറ്റ് ചെയ്ത. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ സൃഷ്ടിപ്പിന്റെ ചരിത്രം പറഞ്ഞാണ് അവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ മോശ 90-ാം സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങൾ പറയുന്നുണ്ട്, അനാദിയായും ശാശ്വതമായൊരു ദൈവം. ഉൽപ്പത്തി പുസ്തകം ആദിയിൽ തുടങ്ങുമ്പോൾ മോശ 90-ാം സങ്കീർത്തനത്തിൽ ആദിക്ക 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാദിയായ എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരനാദിയുടെ കാലം. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെയാണ് ദൈവിക വെളിപ്പാട് അവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. വചനത്തിന്റെ ആദിയിൽ വചനമുണ്ടായിരുന്നു. ക്രിസ്തുവാകുന്ന വചനത്തെ, ദൈവമാകുന്ന വചനത്തെ അവൻ ആദിയിൽ അനാദിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ 90-ാം സങ്കീർത്തനത്തിൽ മോശ പറ, അവൻ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു. പർവ്വതങ്ങളും മറ്റ് സൃഷ്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ അവൻ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ സൃഷ്ടിപ്പിന്റെ ചരിത്രം അതിനാരംഭിക്കും. ഈ യഹൂദ തൽമൂദില് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ യോബിന്റെ പുസ്തകം മോശയാണ് എഴുതിയെന്നാണ് യഹൂദ തൽമൂദിലൊക്കെ പൊതുവെ യഹൂദന്മാരൊക്കെ അംഗീകരിച്ചിരിക്കുന്നത്. തൽമൂദിലൊക്കെ BC 1485 BC 1445 വെച്ച് മിഥ്യാന ദേശത്ത് മോശ പാർത്തതുകൊണ്ട്, 40 വർഷത്തോട് പാർത്തതുകൊണ്ട്, ഈ മിഥ്യാന ദേശത്തോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഊസ് പട്ടണം. ഈ ഊസ് അവിടെ, ആ ദേശം അവിടെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് മോശയെ പറ്റി ആ ദേശത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇയ്യോബിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മോശയ്ക്ക് പഠിക്കാൻ സാധിച്ചു. അതുകൊണ്ട് മോശ ഇത് എഴുതിയെന്നാണ് തൽമൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദന്മാരൊക്കെ അങ്ങനെയാണ് കൂടുതലായിട്ടും അത് വിശ്വസിക്കുന്നത്. എന്നാൽ മറ്റു ചില അഭിപ്രായങ്ങളുണ്ട്. ഇത് എസ്രാ എഴുതിയെന്നും, പിന്നെ
സോളമൻ എഴുതിയെന്നും ജോബ് തന്നെ എഴുതിയെന്നും ഏലൂഹ് എന്ന ചെറുപ്പക്കാരൻ എഴുതിയെന്നൊക്കെ ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്. ഈ ഇയ്യോബ് തന്നെ എഴുതിയെന്നുള്ള അതിനകത്തൊരു ഒരു ഒരു വേദപുസ്തകത്തൊരു വാക്യം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിന് തെളിവായിട്ട് എടുക്കാം. പക്ഷെ തൽമൂദ് പറയുന്നത് ഇത് മോശയായി. ഇയ്യോബിന്റെ പുസ്തകം 19-23-24 വാക്യങ്ങളിൽ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു, അയ്യോ, എന്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു വച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം എഴുതിയതിനെ കുറിച്ച് വലിയ തർക്കങ്ങളും പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും തൽമൂദ് പറയുന്നതാണ് പൊതുവെ യഹൂദന്മാരൊക്കെ അംഗീകരിക്കുന്നത്. തൽമൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മോശയാണ് അത് എഴുതിയെന്നാണ്. അതുപോലെ ഈ ഊസ് ദേശത്തെ കുറിച്ച് പല അഭിപ്രായങ്ങൾ. ഊസ് ദേശം എവിടെയാണ്? അതിന് ഊസ് ദേശത്തെ കുറിച്ച് വേദപുസ്തകത്തിലും ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഊസ് സിറിയൻ ഡെസറേറ്റിന് ഡെമസ്കോസിനടുത്തുള്ള ഒരു സ്ഥലമെന്ന് പറയപ്പെടുന്നു. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഏതോ പുത്രിമാർ ഇവിടെ പാർക്കുന്നുവെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഡേറ്റ്സ് ബൈബിള് ഏതോമിന് സൗത്തും അറേബ്യക് വെസ്റ്റുമായി സ്ഥിതി ചെയ്യുന്നു. കൽദേ ദേശം വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ രാജ്യമാണ് ഊസ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഊസ് എന്ന് പറഞ്ഞാല് കൗൺസിൽ, അഡ്വൈസ് എന്നാണ് ഊസിന്റെ അർത്ഥം. ഈ ബുക്കിനകത്ത് ഒരു സമയമില്ല, ഒരു സമയമോ സ്ഥലമോ അല്ല പ്രസക്തി. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, പ്രസക്തി, ഗോഡ് ഈസ് സോർവിജിയൻ. ദൈവം പരമാധികാരിയാണ്. സോർവിജിനിറ്റി, സ്തോത്രം, means that God all, the powerful, He knows all, is everywhere present, and His decision is final. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്വത്തിൽ വാഴുകയും എന്നൊരു വാക്യം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഗോഡ് ഈസ് സോവർജിൻ. ഗോഡ് ഈസ് സോവർജിൻ. ദൈവം പരമാധികാരിയാണ്. യെരമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, യഹോവയോ സത്യതയോ, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവിടെ ഈ പുസ്തകത്തിൽ സമയത്തിനല്ല, സ്ഥലത്തിനല്ല പ്രസക്തി. സർവപരമാധികാരിയാകുന്ന ഉന്നതനായ സർവശക്തനായ, എല്ലാ സിംഹാസനങ്ങളും മാറിയാലും മാറാത്ത സ്ഥിരമായി നിൽക്കുന്ന, സ്തോത്രം, പരമാധികാരിയായ ദൈവത്തെയാണ് ഈ പുസ്തകം ഉയർത്തി കാണിക്കുന്നത്. സ്തോത്രം. വേദശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമനുസരിച്ച് വേദപുസ്തകത്തിൽ ആദ്യം എഴുതിയ ബുക്ക് എന്നാണ് യോബിന്റെ പുസ്തകത്തെ വെച്ച്. ഇക്കണിയാംപറമ്പിൽ കുര്യൻ എപ്പിസ്കോപ്പ എന്ന് പറയുന്ന എപ്പിസ്കോപ്പ താൻ ഒരു ക്രോണോളജിക്കൽ സ്വന്തമായ ഒരു ബൈബിള് ക്രോഡീകരിച്ചിട്ടുണ്ട്. പുസ്തകത്തെ താൻ തിരുത്തി എഴുതുകയല്ലായിരുന്നു, ബുക്ക് എഴുതിയ കാലഘട്ടം അനുസരിച്ച് താന് ക്രോഡീകരിച്ചൊരു ബുക്കിൽ ആദ്യം താൻ വെച്ചിരിക്കുന്നത്, സ്തോത്രം, യോബിന്റെ പുസ്തകം. വേദപുസ്തകത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകമെന്ന് വേദശാസ്ത്രിമാർ പറഞ്ഞിരിക്കുന്നു. പലരും ധരിച്ചിരിക്കുന്നത്, സ്തോത്രം, പഞ്ചഗ്രന്ഥമാണ് ആദ്യം എഴുതിയത്. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകമാണ് ആദ്യം എഴുതിയത്. ഇയ്യോബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ
ന്യായപ്രമാണങ്ങൾ ലഭിച്ചിരുന്നില്ല. ന്യായപ്രമാണത്തെക്കുറിച്ചൊരു യാതൊരു പിന്നെ, പരാമർശങ്ങളും ഈ ബുക്കിൽ ലഭിച്ചിട്ടില്ല. ഈ യോബിന്റെ പുസ്തകത്തിൽ യഹൂദന്മാരുടെ ഒരു ആചാരങ്ങളും അതിൻ്റെ രീതികളോ പൗരോഹിത്യമോ ഉത്സവങ്ങളോ ശബത്തോ പെരുന്നാളോ ഇതൊന്നും യോബിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മോശയുടെ പഞ്ചഗ്രന്ഥത്തെക്കുറിച്ചോ അല്ലെ ആ ന്യായപ്രമാണത്തെ കൽപ്പിച്ചിരിക്കുന്ന യാതൊരു വിഷയത്തെക്കുറിച്ചും യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. യോബ് ഇതിനൊക്കെ മുമ്പ് ന്യായപ്രമാണവും പൗരോഹിത്യവും യാഗവും ശബത്തും പെരുന്നാളും ഒക്കെ മനുഷ്യന് ദൈവം പഴയ നിയമത്തെ കൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ജീവിച്ചിരുന്ന ഒരു ഭക്തനായ ഒരു ദൈവദാസനായിരുന്നു യോബ്. നോഹ, അബ്രഹാം, യാക്കോബ്, ഇസാക്ക്, യാവക്കോബ് എന്നീ ഭക്തന്മാരുടെ കാലഘട്ടത്തെ ന്യായപ്രമാണം ലഭിച്ചിരുന്നില്ല. സ്തോത്രം. യോബിന്റെ കാലത്ത് പൗരോഹിത്യ ശുശ്രൂഷ, പ്രത്യേക യാഗമൊക്കെ നടത്തുന്നത് കുടുംബത്ത് തലവന്മാരായിരുന്നു. പിതാവായിരുന്നു മൂത്ത വ്യക്തി, അല്ലെങ്കിൽ പിതാവായിരുന്നു നടത്തുന്നത്. ന്യായപ്രമാണം ലഭിച്ചിരുന്നെങ്കിൽ യോബിനെ നടത്താൻ പറ്റത്തില്ല. ഇവർക്കാർക്ക് നടത്താൻ പറ്റത്തില്ല. യാഗം കഴിച്ചവരാണ്. നോഹ, അബ്രഹാം, ഇവരൊക്കെ യാഗം കഴിച്ചവർ. ഇവരുടെ യാത്രയിൽ യാഗപീഠമാണ്, ദൈവത്തെ ആരാധിക്കുന്നതാണ് പ്രധാനം. അന്നത്തെ പഴയ നിയമത്തിലെ ന്യായപ്രമാണം ലഭിച്ചിരുന്ന ഇവർക്ക് യാഗം കഴിക്കുവാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പോൾ ന്യായപ്രമാണത്തിൽ പ്രത്യേക പുരോഹിതന്മാരും അതിന് ചട്ടങ്ങളും യാഗാർപ്പണത്തിന് പ്രമാണമുള്ളപ്പോൾ, സ്തോത്രം, അതിനൊക്കെ ലഭിക്കുന്നതിന് മുമ്പേ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ഇയ്യോബ്. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിൽ കഷ്ടതകളൊക്കെ ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നു. ആ കഷ്ടതകളൊക്കെ കഴിഞ്ഞ് ഇയ്യോബ് വേണ്ട 440 വർഷം ജീവിച്ചിരുന്നാണ് പറയുന്നത്. തൻ്റെ ജീവിതത്തിലെ വേട്ടയാടിയ നാശനഷ്ടങ്ങളൊക്കെ കഴിഞ്ഞ് 70 വയസ്സായപ്പോഴാണ് തനിക്ക് ഈ കഷ്ടങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചതാണ് പൊതുവെ വേദശാസ്ത്രിമാർ പറയുന്നത്. ടോട്ടൽ 210 വർഷം ഭക്തനായ ഇയ്യോബ് ജീവിച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വേദശാസ്ത്രിമാർ അറിയപ്പെടുന്നത്. അതുപോലെ ഈ പുസ്തകത്തെക്കുറിച്ച് മറ്റു ചില അഭിപ്രായങ്ങൾ, ഇത് ഇയ്യോബ് എന്ന് പറഞ്ഞൊരു വ്യക്തി ജീവിച്ചിരുന്നില്ലെന്നും, ഇതുപോലെ കഷ്ടതയുള്ള ഒരു വ്യക്തി, കഷ്ടം അനുഭവിച്ച് ആർക്കും ജീവിക്കുവാൻ പറ്റുകയില്ല, ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്താണ് ഇതിനൊക്കെ ഉത്തരം പറയണം. എസ്കേൽ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും 20-ാമത്തെ വാക്യവും, പുതിയ നിയമത്തിൽ വരുമ്പോൾ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യവും ഇപ്പോൾ ഈ 2 വാക്യങ്ങൾ, ഈ 3 വാക്യങ്ങൾ എടുത്തപ്പോൾ ഇയ്യോബ് ഒരു ചരിത്ര പുരുഷനാണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. എസ്കേൽ പ്രവചനത്തിൽ ഒന്നിലധികം വിശുദ്ധന്മാരെ പറയുന്ന കൂട്ടത്തിൽ, ദാനിയേലിനെ പറയുന്ന കൂട്ടത്തിൽ ഇയ്യോബിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇയ്യോബ് ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാ. യാക്കോബ് അപ്പോസ്തലൻ ഇയ്യോബിന്റെ സഹിഷ്ണുതയെക്കുറിച്ച് എടുത്തു പറയുകയാണ്. അപ്പോൾ ഇയ്യോബ് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. ഇയ്യോബ് ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാണ്. അതുപോലെ ഇയ്യോബിന്റെ മരണം എവിടെ വെച്ചായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ കാണുന്നില്ലെങ്കിലും, ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അവസാനം ഒമാൻ, സുൽത്താനേറ്റ് ഓഫ് ഒമാന്റെ ഒരു ഭാഗമാകുന്ന യമനിൽ വെച്ച്, യമന്റെ ഭാഗമായിരുന്ന സലാല
അതിപ്പോൾ സുൽത്താനേറ്റ് ഒമാന്റെ ഭാഗമാണ്. അവിടെ വച്ചായിരുന്നു എന്ന ചരിത്ര തെളിവുകളുണ്ട്, പല തെളിവുകളുണ്ട്. ഞാൻ ആ സ്ഥലം പോയി കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ 22 വർഷം ജീവിച്ചതാണ്. അവിടെ ഇയ്യോബിന്റെ കിണറുണ്ട്. ഇയ്യോബിന്റെ ആടുമാടുകൾക്കും ഒട്ടകങ്ങൾക്കൊക്കെ മേഞ്ഞു നടക്കുവാനുള്ള പുൽമേടുകളുണ്ട്. നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ കേരളത്തിലെ പോലെ കപ്പയും വാഴയും ചേനയും തെങ്ങും കരിക്കും ഒക്കെയുള്ള മനോഹരമായ ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ് ഈ സലാല. ഈ സലാലയിലായിരുന്നു കുന്തിരിക്കത്തിന്റെ നാടെന്നറിയപ്പെടുന്ന യമന്റെ ഒരു ഭാഗമായിരുന്ന ഈ സലാലയിലായിരുന്നു ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അന്ത്യമാണെന്ന് ചരിത്രം പറയുന്നത്. ചരിത്രമാണ് നമുക്ക് തെളിവ്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, അവിടെ പാർത്തിട്ടുണ്ട്, ഇയ്യോബിന്റെ കല്ലറ കണ്ടിട്ടുണ്ട്. അതിപ്പോഴും അവിടെയുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇയ്യോബ് അവിടെ ജീവിച്ചിരുന്നു എന്നുള്ള തെളിവ് തന്റെ കല്ലറയൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇയ്യോബിന്റെ വംശക്കാർ ഇപ്പോഴും അവിടെയുണ്ട്. 5 ലക്ഷത്തിൽ പരം ഒരു 20-25 വർഷം മുമ്പ് ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്ത ചില സലാലക്കാരായ ആൾക്കാർ അന്ന് അവർക്ക് 5 ലക്ഷം 6 ലക്ഷത്തോളം ഉള്ള പോപ്പുലേഷൻ ഉണ്ട്. ഞങ്ങൾ നബി ആയൂബിന്റെ ഫാമിലിക്കാരാണ്. ഞങ്ങൾ സാധാരണ അറബികളെപ്പോലുള്ളവരല്ല. ഞങ്ങളുടെ ഭാഷ വ്യത്യാസമാണ്. ഞങ്ങൾക്ക് ഇബ്രു അറബി കൂടെ ചേർന്ന ഒരു ലാംഗ്വേജ് ആണ്. ഈ അറബിയേക്കാൾ ഞങ്ങളുടെ ഭാഷയ്ക്ക് വ്യത്യാസമാണ്, ഞങ്ങളുടെ കൾച്ചറിന് വ്യത്യാസമാണ്. ഞങ്ങൾ നബി ആയൂബിന്റെ വംശക്കാരാണ് അവർ അവകാശപ്പെടുന്നത്. ഇതൊക്കെ ഈ ചരിത്ര തെളിവുകളൊക്കെ ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അവസാനം സലാല ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ സലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമന്റെ ഒരു പാർട്ടാണ്. അത് ഒമാന്റെ രാജാവായിരുന്ന സുൽത്താൻ ബിൻ ഖാബൂസ്, ഈസ് മാജസ്റ്റി സുൽത്താൻ ബിൻ ഖാബൂസ്, അദ്ദേഹത്തിന്റെ പിതാവിന് അവിടുന്നാണ്, യമനിൽ നിന്നാണ് വിവാഹം ലഭിച്ചപ്പോൾ തനിക്ക് സമാനമായി തനിക്ക് ലഭിച്ച സ്ഥലമാണ് ഈ സലാല എന്ന് പൊതുവെ പാരമ്പര്യങ്ങളും ചരിത്രങ്ങളും ഇവിടെ പറയപ്പെടും. യൂബിന്റെ ജീവിതം അവസാനം സലാലയിലായിരുന്നു. കാരണം 10,000-കണക്കിന് ഒട്ടകങ്ങൾക്ക് മേഞ്ഞു നടക്കാനുള്ള പുൽമേടുകളുള്ള നല്ല ഭൂമിശാസ്ത്രമായ മനോഹരമായ ഫലപുഷ്ടിയുള്ള ഒരു ദേശമാണ് സലാല. ഇന്നും ടൂറിസ്റ്റുകൾ അവിടെ ആകർഷിക്കപ്പെടുന്നു. ഇന്നും ചെന്നാൽ ഇതേ കാഴ്ചകൾ കാണാം. വാഹനം ഓടിക്കുമ്പോൾ ഒട്ടകങ്ങളൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10-20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം 1000 ഒട്ടകം 1500 ഒട്ടകമൊക്കെ ഒരുപോലെ ക്രോസ് ചെയ്ത് പോകുന്നത്, റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു. അത്രയ്ക്കും സമ്പൽ സമൃദ്ധിയുള്ളതായ ഒരു ദേശമാണ് ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അവസാനം താൻ പാർത്ത സലാല എന്ന് പൊതുവെ അറിയപ്പെടുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിലെ ചില സയന്റിഫിക് ട്രൂത്ത്, സത്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഈ എപ്പിസോഡ് 1 ഇവിടെ അവസാനിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങളിൽ നീരാവി പൊങ്ങി കനീഭവിച്ചു മഴ പെയ്യുന്നു. ശാസ്ത്രം മഴയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ്, മഴ എങ്ങനെ ഉണ്ടായെന്ന് പഠിക്കുന്നതിന് മുമ്പേ, ശാസ്ത്രം രേഖപ്പെടുത്തുന്നതിന് മുമ്പേ വിശുദ്ധ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. നീരാവി പൊങ്ങി കനീഭവിച്ച് മഴ പെയ്യുന്നു. അതുപോലെ 37-ാം അധ്യായത്തിൽ കാറ്റിന്റെയും കാലാവസ്ഥയും സംബന്ധമായ വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏത് രാജ്യത്തിന്റെ കാലാവസ്ഥ മാറ്റം വരുമ്പോൾ ഒരു ശക്തമായ കാറ്റ് അവിടെ ആഞ്ഞടിക്കുന്നു. കാലാവസ്ഥയെ നിയന്ത്രിക്കുവാൻ കാറ്റിന് വലിയ ബന്ധമുണ്ട്. ഇത് ശാസ്ത്രം നമ്മുടെ ദേശങ്ങളിലൊക്കെ, നമ്മൾ പാർക്കുന്ന ദേശത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. തണുപ്പുകാലം കഴിഞ്ഞ് ചൂടുകാലം വരുമ്പോൾ ഒരു ദിവസം 15-20 ദിവസം 10-20 മൈൽ സ്പീഡ്, 25 മൈൽ സ്പീഡ്, 35-40, അമേരിക്കയിലൊക്കെ 40-45 മൈൽ സ്പീഡിലൊക്കെയാണ് കാറ്റടിക്കുന്നത്
ഈ കാലാവസ്ഥ വ്യത്യാസത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റെക്കോർഡിംഗ് ടൈമിൽ കാലാവസ്ഥ വ്യത്യാസം സമ്മറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇയ്യോബിന്റെ പുസ്തകം 33 അധ്യായത്തിന് 6 വാക്യത്തിൽ, ഇതാ നിന്നെ പോലെ ഞാനും ദൈവത്തിലുള്ളവൻ, എന്നെ നീ മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പുസ്തകത്തിൽ 1 മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന വിഷയം പറയുന്നതിന് മുമ്പേ തന്നെ ഇയ്യോബ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണുകൊണ്ടാണ് നമ്മെ നിർമ്മിച്ചിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 26 വാക്യത്തിൽ ഭൂമിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. 26 വാക്യത്തിൽ മേഘങ്ങളിൽ കെട്ടിവെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ ഡാമിനെ കുറിച്ച് പറയുന്നു. മേഘങ്ങളിൽ കെട്ടിവെച്ചിരിക്കുന്ന ഡാം, വെള്ളത്തിന്റെ ഡാം. ഇടയ്ക്കിടയ്ക്ക് ഈ ഷട്ടർ ഒന്ന് തുറക്കും. അപ്പോഴാണ് കേരളം ഒക്കെ വെള്ളത്തിനടിയിലാകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടണങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ, ആ ഭാഗത്തെ ഷട്ടർ ഒന്ന് അല്പം ലൂസായി കൊടുക്കുന്നവർ അല്പം. ഈ വെള്ളത്തെ അവിടെ ഡാമിനെ കെട്ടിവെച്ചാലും മേഘങ്ങൾ കീറിപ്പോകുന്നില്ല, എഴുതിയിട്ടുണ്ട്. എത്ര സെക്യൂർ ആയിട്ടാണ്. അതുപോലെ 38 അധ്യായത്തിന്റെ 22, 23 വാക്യങ്ങൾ, നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോട് ചെന്നിട്ടുണ്ടോ? ഐസിനെ കുറിച്ച് പറയുന്ന വിഷയമാണ്. അത് ഞാൻ പൊതുവാലെ ആ ഒരു ഭാഗം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുക. അതുപോലെ 38:16, സമുദ്രത്തിന്റെ അടിയിലെ ഉറവ, സ്പ്രിംഗ് ഓഫ് സീ. അതുപോലെ 38:22, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളും ഭൂമിയുടെ മേൽ അവയ്ക്കുള്ള സ്വാധീനവും, ജ്യോതിർഗോളങ്ങളുടെ സഞ്ചാരപഥവും, ഈ ജ്യോതിർഗോളങ്ങളുടെ മേലുള്ള മനുഷ്യരുടെ ആകർഷണങ്ങളും സ്വാധീനം. അങ്ങനെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ അനേക സയന്റിഫിക് ട്രൂത്ത് അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് ഇയ്യോബിന്റെ ബുക്ക്. ഞാൻ ഇന്ന് ഇവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ട് അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 22, 23 വാക്യങ്ങളെ ആസ്പദമാക്കി ഹിമത്തിന്റെ ഭണ്ഡാരത്തോട് ചെന്നിട്ട് ആ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഇയ്യോബിന്റെ പുസ്തകത്തിലെ ചില സത്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ അടുത്ത ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുവചനം ശ്രവിപ്പാൻ അവിടെ നിങ്ങളെ സഹായിച്ചല്ലോ. എല്ലാ ശ്രോതാക്കളെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങളുടെ മർമ്മങ്ങൾ പഠിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ. ഇയ്യോബിന്റെ പുസ്തകങ്ങൾ കർത്താവേ, അത് പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ, ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ, രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ദൈവനാമ മഹത്വമാകുവാൻ സഹായിക്കണം. തിരുവചനം ഞങ്ങൾ പഠിക്കുന്നത് അങ്ങേക്ക് മഹത്വമാകുവാൻ, മഹത്വപൂർണമായ സമർപ്പണമുള്ള പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ.